ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പറഞ്ഞിട്ടുള്ള ഈ ബീഡ്സ് കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബീഡ്സ് കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങളെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇതാണ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനം. അതുപോലെ തന്നെ ഈ സാധനത്തിൽ പിരിക്കുന്നില്ല. അങ്ങനെ ഈ കുറച്ച് ഇങ്ങനത്തെ സ്ക്വയർ ഷേപ്പിൽ പൊന്തിയിട്ടുള്ളത് കേട്ടോ. കുറേ അക്ഷരങ്ങൾ മലയാള അക്ഷരമല്ല, നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാണ് ഹാർട്ട് ഷേപ്പ്. പിന്നെ സ്മൈലി ഇതും ഡെക്കറേറ്റ് ചെയ്യാനുള്ളത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ, അക്ഷരങ്ങൾ ഇങ്ങനത്തെ ടൈപ്പാണ്. പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അക്ഷരങ്ങളാണ്. ഇവിടെ കാലിലൊക്കെ ഉണ്ടാവും ഈ കൊല്ല ഹോളുകളില്ല കളിച്ച്. ഈ ഹോളുകളില്ലേ, ഈ ഹോളുകളുടെ കൂടെ അതൊക്കെ ത്രെഡ് കയറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ സാധനമാണ് ഈ രണ്ട് സാധനം കളിച്ചത്. ഈ സാധനം. അപ്പോൾ ഇന്നത്തെ മെയിൻ സാധനങ്ങളിൽ ഒരാളാണ് ഇത്. സിസറ് അതിലൂടെ തന്നെ ഇത്. ഈ സിസർ നമുക്ക് ഇതിലൂടെ തന്നെ കിട്ടിയ ഒരു സിസറാണ് ഇതും. ഇതെല്ലാം ഒരു പാക്കേജായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വാങ്ങിയത്. ഇത് ഏത് കടയിൽ നിന്നാണെന്നൊന്നും ചോദിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ അച്ഛൻ പോയി വരുമ്പോൾ അപ്പോൾ ഇത് ഞാനിത് ഇത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട്. പകുതി എൻ്റെ പേരിനനുസരിച്ചിട്ടുള്ള, ഇപ്പോൾ നമ്മുടെ പേരിനനുസരിച്ചുള്ള ത്രെഡ് എടുത്താൽ മതി. അത് എടുക്കാത്തതുകൊണ്ട് അത് തെറ്റിപ്പോയതുകൊണ്ടും ഞാനത് ഇതൊക്കെ മറന്നു പോയി. അതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി വലുത്. ഡെക്കറേറ്റ് ചെയ്യാൻ ഇട്ടിട്ടോ കുറച്ച് സാധനങ്ങൾ. അപ്പം ഇല്ല നമുക്ക് ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല തോന്നുന്നു. ഇത് കേട്ടിട്ടൊരു കാര്യം ഞാൻ പറയട്ടെ. ഈ ഡെക്കറേറ്റ് ആക്കണേല് ഞാൻ ഇവിടെ വലിയ ഹോളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ത്രെഡുകൾ എടുത്തിട്ട് ഇതാണ് ത്രെഡ് കളിച്ചതാണ്. ത്രെഡ് ഈ ഹോളിൽ കൂടെ തന്നെ ഇവിടെ ഈ ത്രെഡിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇത് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കുക. ഉള്ളിൽ കൂടെ കയറി പോയിക്കോളും. അതാണ് ഗായ്സ്. വീണ്ടും പോയിട്ടത് ഭയങ്കര ക്ഷമ ഉള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കിത് ഉണ്ടാക്കിയിട്ട് റെഡിയാക്കിയിട്ട് കാണാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ലൈൻ കട്ട് ഞാൻ വന്നു. പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല. ഒന്നും കൂടി നമുക്കൊരു ട്രഡീഷൻ കാണിക്കാം. വരൂ. റെഡിയായി കളിച്ചത്. അപ്പോൾ ഇതേ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പേരാണ് അലശ്വര. അപ്പം അതിൽ കുറച്ച് സാധനങ്ങളൊക്കെ റെഡി. ഏകദേശം എത്ര മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ നോക്കില്ല കെട്ടുള്ള പരിപാടിക്കും. അപ്പം കെട്ടിലെ മുമ്പ് തന്നെ വേറൊരു പരിപാടി അത് കിട്ടുക. അതന്നെ പിന്നെ നമ്മൾ ഇതിൽ 2-3 സാധനങ്ങൾ ചേഞ്ച് ആക്കേണ്ടത് ചൂടുന്നുണ്ട്. ഈ 2 സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫിക്സ് ആവുന്നില്ല. അപ്പം ഇത് നമുക്ക് ആവശ്യമില്ല. ആവശ്യമില്ലാത്തതുകൊണ്ടാണ് കറക്റ്റില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നമുക്ക് നമ്മുടെ അളവ് എടുക്കണം. ഇതിൻ്റെ അളവ് വളയുടെ ഇതൊക്കെ കറക്റ്റായിട്ട് കൊള്ളുന്ന ഒരു വളയുടെ അളവ് എടുക്കാതെ എടുക്കണം. എല്ലാത്ത ആൾ ഇതൊക്കെ സെറ്റ് ചെയ്യേണ്ടത് എല്ലാം ഉണ്ടായിരുന്നു. ആ അളവ് എടുത്തിട്ടുണ്ടെങ്കിൽ അതേ പിടിച്ച് സെറ്റ് ചെയ്യത്തിന് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അളവെടുക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ഈസി ആവും. അല്ല അളവെടുക്കാനുള്ള സാധനം കൊണ്ടുവരാം. ഗൈസ് ഇതാണ് സാധനം. കിട്ടിയിട്ടുണ്ട്. നമുക്കിത് അളവെടുക്കാം. അളവെടുക്കുന്നത് പിന്നെ കാണിക്കണ്ടേ, എല്ലാവർക്കും അറിയാം.
ഞാൻ എടുക്കുന്നത് കാണിക്കുന്നില്ല. അങ്ങനെ വെള്ളത്തിൽ കോർത്ത് അളവെടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇപ്പം എനിക്ക് കോർത്തവളെ അളവെടുത്ത് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് നമുക്ക് കഴിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ പീസിൻ്റെ ലിങ്കൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഇത് എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം